ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മോഹിനിയെ ക്രൂരമായി തല്ലിച്ചതച്ച പ്രതാപനും മുത്തശ്ശിക്കുമെതിരെ മോഹിനിയെ കൊണ്ട് കണ്ണൻ കേസ് കൊടുപ്പിക്കുകയും അവരെ രണ്ടുപേരെയും പോലീസ് പൊക്കിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. പിന്നീട് പ്രതാപനും അയാളുടെ അമ്മയും അകത്തായി എന്ന് കണ്ണൻ വന്ന് പറയുമ്പോൾ അമ്മയെങ്കിലും ഒഴിവാക്കാമായിരുന്നു. പ്രതാപൻ അയാൾ ഒരു ദുഷ്ടനാണ്, അയാൾ ഇതിൻ്റെ പേരിൽ പ്രതികാരത്തിനൊന്നും മടിക്കില്ല എന്നെല്ലാം മോഹിനി പറയുമ്പോൾ ഇതുകൊണ്ടും അവർ പഠിച്ചില്ലെങ്കിൽ നഷ്ടം അവർക്ക് തന്നെയാണെന്നും ഞാനും അനന്തവും വക്കീലായതുകൊണ്ട് ഞങ്ങൾക്ക് വക്കീൽ ഫീസ് പോലും വേണ്ട, ഇനിയും അമ്മയ്ക്ക് നേരെ എന്തെങ്കിലും അതിക്രമം കാണിച്ചു കഴിഞ്ഞാൽ വയസ്സുകാലത്ത് കോടതി കയറി ഇറങ്ങാനേ അവർക്ക് നേരം കാണൂ എന്നും പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. പിന്നീട് അങ്ങനെ പ്രതാപനെയും മുത്തശ്ശിയെയും സ്റ്റേഷനിൽ എത്തിക്കുന്നു. അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ സ്റ്റേഷനിലെത്തുന്നതും അവിടെ നിന്ന് ഓടിപ്പോകാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തുന്നുണ്ടെങ്കിലും വനിതാ പോലീസ് എത്തി അവരെ കൈയോടെ പിടികൂടുന്നുണ്ട്. തുടർന്ന് സ്റ്റേഷനകത്തേക്ക് അവർ രണ്ടുപേരെയും കൊണ്ടുപോകുന്നുണ്ട്. തുടർന്ന് നിന്റെ മോൻ മരുമകളെ മുറിയിൽ പൂട്ടിയിട്ട് തല്ലിച്ചതച്ചപ്പോൾ നീ മരുമകളുടെ നിലവിളി ശബ്ദം പുറത്തു നിന്ന് കേട്ട് ആസ്വദിച്ചില്ലേടി, ഇനി നിന്റെ മകനെ തല്ലിച്ചതയ്ക്കുന്നത് നീ നേരിട്ട് കാണാൻ പോവുകയാണെന്നെല്ലാം വനിതാ പോലീസ് പറയുമ്പോൾ തന്നെ പ്രതാപനും മുത്തശ്ശിയും പേടിച്ചു വിറയ്ക്കുന്നുണ്ട്. അപ്പോൾ അയ്യോ വേണ്ട സാർമാരെ, ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരബദ്ധം പറ്റിയതാണ്, ഇത്തവണത്തേക്ക് ക്ഷമിക്കണം, ഇനി ഞങ്ങൾ അവളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരു വാക്ക് പോലും പറയില്ല എന്ന് പ്രതാപനും ഇവൻ പറഞ്ഞത് ശരിയാണ് സാറേ, ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ അവളുടെ കൺവെട്ടത്തേക്ക് പോലും ചെല്ലില്ല, ഞാൻ എൻ്റെ തറവാട്ടിലേക്ക് പോയിക്കോളാം എന്നെല്ലാം, എൻ്റെ മരുമകളുടെ കൺമുന്നിൽ പോലും പിന്നെ ഞാൻ ചെല്ലില്ല എന്നെല്ലാം മുത്തശ്ശിയും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന വനിതാ എസ് ഐ ആണെങ്കിൽ അങ്ങനെ നിങ്ങളെ രണ്ടുപേരെയും വെറുതെ വിടാനോ, ഇവിടുന്ന് നിങ്ങളെ രണ്ടുപേരെയും കോടതിയിൽ ഹാജരാക്കും, പിന്നെ അവിടെ നിന്നും സെൻട്രൽ ജയിലിലേക്ക്, അവിടെ ഇരുന്ന് ശിഷ്ടകാലം രണ്ടുപേർക്കും ഉണ്ട തിന്നാം എന്നെല്ലാം വനിതാ പോലീസ് പറയുമ്പോൾ വീണ്ടും ഭയന്ന് വിറയ്ക്കുന്നുണ്ട് പ്രതാപനും മുത്തശ്ശിയും. തുടർന്ന് പ്രതാപനെ മുത്തശ്ശിയുടെ മുന്നിൽ വെച്ച് തന്നെ എസ് ഐ തല്ലിച്ചതയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ട് അലറി നിലവിളിച്ച് കരയാണ് മുത്തശ്ശി. എൻ്റെ മോനെ ഇങ്ങനെ തല്ലിച്ചതയ്ക്കല്ലേ സാറേ, ഇത് കണ്ടു നിൽക്കാൻ എനിക്ക് വയ്യ എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ നിന്റെ മോൻ നിന്റെ മരുമകളെ തല്ലിയിട്ടില്ലേടി എന്ന് മുത്തശ്ശിയോടായിട്ട് എസ് ഐ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് മുത്തശ്ശി പച്ചക്കള്ളം പറയുന്നതും മുത്തശ്ശിയുടെ കരണടിച്ച് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ വനിതാ എസ് ഐ. ഇതേ സമയം വാർത്തയറിഞ്ഞ കരുണയും സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ പ്രതാപൻ്റെയും മുത്തശ്ശിയുടെ അവസ്ഥ കണ്ട് സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ കരുണയ്ക്ക്. തുടർന്ന് എന്താ മുത്തശ്ശി ഉണ്ടായതെന്ന് കരുണ ചോദിക്കുമ്പോൾ ലക്ഷ്മിയെ കാണാൻ പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും ഇവനും നിൻ്റെ അമ്മയെ തടഞ്ഞു, അതിന് അവൾ കൊണ്ടുപോയി കേസ് കൊടുത്തു, എന്നെയും ഇവനെയും പോലീസുകാരെ പിടിച്ചുകൊണ്ട് വന്നു, നിൻ്റെ അച്ഛൻ്റെ ശരീരത്തിൽ ചതയാത്ത ഇനി ഒരിടവും ബാക്കിയില്ല മോളെ എന്നൊക്കെ ആ എസ് ഐ അങ്ങനെയാണ് അവനെ എടുത്തിട്ട് പെരുമാറിയത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മുത്തശ്ശി കരയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരെയും ജാമ്യത്തിലെടുക്കാനായിട്ട് ഞാനൊരു വക്കീലിനെയും കൊണ്ടുവരാം എന്നെല്ലാം കരുണ പറയുമ്പോൾ ജാമ്യമില്ലാത്ത വകുപ്പാണ് ഞങ്ങളുടെ രണ്ടുപേരിലെയും പേരിൽ ചാർജ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഇനി പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ മോഹിനിയും ലക്ഷ്മിയും വിചാരിക്കണം, ലക്ഷ്മി കേസ് പിൻവലിക്കാൻ തയ്യാറായാൽ എനിക്കും മോളുടെ മുത്തശ്ശിക്കും പുറം ലോകം കാണാം, ഇല്ലെങ്കിൽ ശിഷ്ടകാലം ഇനി ജയിലിനകത്ത് തന്നെ കഴിയാം എന്നെല്ലാം പ്രതാപൻ പറയുന്നുണ്ട് കേട്ടോ കരുണയോട്. തുടർന്ന് കരുണ പറയുന്നുണ്ട് അച്ഛൻ അങ്ങനെയൊന്നും പറയില്ലേ, ഞാൻ അമ്മയെ ചെന്ന് കണ്ട് കേസ് പിൻവലിപ്പിക്കാം, ആവശ്യം നമ്മുടെ ആയി പോയില്ലേ, അച്ഛനും മുത്തശ്ശിക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് കരുണ അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിലെത്തുന്നുണ്ട്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് കരുണ വരുന്നത് കാണുന്നതും എല്ലാവരും ഒഞ്ഞ് ഞെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയം കണ്ണനും അനന്തും കൂടി പുറത്ത് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു. അപ്പോൾ കരുണ കണ്ണനെ അവിടെ കണ്ടു കഴിഞ്ഞാൽ നാടകം എല്ലാം പൊളിയും, അതുകൊണ്ട് തന്നെ കരുണ കാണാതെ സീറ്റിൽ കിടക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ. അപ്പോൾ കരുണയെ കാണുന്നതും മഹിയും ലേഖയാണെങ്കിലും ഒന്നും ഞെട്ടുന്നുണ്ട്. തുടർന്ന് നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് അനന്ത് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മയെ കാണാനാണ് വന്നത് എന്ന് കരുണ പറയുന്നതും അമ്മയെ സ്നേഹിക്കാത്ത നീ എന്തിനാ അമ്മയെ കാണാൻ വന്നത്, നിൻ്റെ അച്ഛനാണ് ഒരു സ്ത്രീ എന്ന പരിഗണന പോലും കൊടുക്കാതെ നിൻ്റെ അമ്മയെ തല്ലിച്ചതച്ചത്, എന്നിട്ടും നീ അവരുടെ പക്ഷത്ത് തന്നെയാണല്ലോ എന്നെല്ലാം ലോക ചോദിക്കുമ്പോൾ അതിനൊന്നും നിങ്ങളോട് മറുപടി പറയേണ്ട ആവശ്യം എനിക്കില്ല, അമ്മ ഇവരുടെ മാത്രമല്ലല്ലോ എൻ്റെ കൂടിയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ കരുണ. ഇതേ സമയം തന്നെ മോഹിനി അകത്ത് നിന്ന് വരുന്നുണ്ട്. അപ്പോൾ കരുണ പറയുന്നുണ്ട് അച്ഛനും മുത്തശ്ശിക്കും അമ്മയെ എതിരെ പോലീസിൽ അമ്മ കൊടുത്ത കംപ്ലൈൻറ്റ് പിൻവലിക്കണം, ഇല്ലെങ്കിൽ അച്ഛനും മുത്തശ്ശിക്കും പുറത്തിറങ്ങാൻ പറ്റില്ല, ജാമ്യമില്ലാത്ത കേസാണ് അവരുടെ പേരിൽ ചാർജ് ചെയ്തിരിക്കുന്നതെന്നെല്ലാം കരുണ പറയുമ്പോൾ തന്നെ മോഹിനിക്ക് സങ്കടമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ മഹിക്കാണെങ്കിൽ ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ മഹി പറയുന്നുണ്ട് എൻ്റെ അമ്മയെ ഒരു സ്ത്രീ എന്ന പരിഗണന പോലും കൊടുക്കാതെ ദ്രോഹിച്ച അവർ പുറത്തിറങ്ങാത്തത് തന്നെയാണ് നല്ലതെന്ന് പറയുമ്പോൾ മോഹിനി പറഞ്ഞു കൊടുക്കുന്നുണ്ട് സാരമില്ല മോളെ, അവർ ചെയ്തതിനുള്ള ശിക്ഷ ഇപ്പം തന്നെ അവർക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ശരി
കേസ് അമ്മയെക്കൊണ്ട് ഞാൻ പിൻവലിപ്പിക്കാം. പക്ഷേ അതിനു മുൻപ് എനിക്ക് പറയാനുള്ള 2 കണ്ടീഷൻസ് നിൻ്റെ അച്ഛനും മുത്തശ്ശിയും അനുസരിക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ അവരെ കൊണ്ട് സമ്മതിപ്പിച്ചോളാം. എന്താ നിൻ്റെ കണ്ടീഷൻസ് എന്ന് കരുണ അഹങ്കാരത്തോടു കൂടി ചോദിക്കുമ്പോൾ, ആ തറവാട്ടിൽ നിൻ്റെ അച്ഛനെ പോലെ തന്നെ എൻ്റെ അമ്മയ്ക്കും തുല്യ അവകാശമാണുള്ളത്. പിന്നെ ആ തറവാട്ടിൽ താമസിക്കാനായിട്ട് അർഹതയില്ലാത്തത് നിൻ്റെ മുത്തശ്ശിക്കാണ്. കേസ് പിൻവലിച്ചു കഴിഞ്ഞാൽ നിൻ്റെ മുത്തശ്ശി ആ തറവാട്ടിൽ ഉണ്ടാകാൻ പാടില്ല. പിന്നെ നിൻ്റെ അച്ഛൻ ആ വീട് പൂർണ്ണമായിട്ടും എൻ്റെ അമ്മയുടെ പേരിലേക്ക് മാറ്റണം. അയാൾക്ക് ഒരു അവകാശവും ആ വീട്ടിൽ പിന്നെ താമസിക്കാൻ ആ വീട്ടിലുണ്ടാകില്ല. ഇതിന് രണ്ടിനും സമ്മതമാണോ എന്നുള്ള കാര്യം നീ അവരെ കൊണ്ട് ചോദിക്കണം. എങ്കിൽ കേസ് പിൻവലിക്കാൻ അമ്മയും തയ്യാറാണെന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ മഹി. അതുമാത്രമല്ല, ഇനി മേലാൽ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ എൻ്റെ അമ്മയെ നിൻ്റെ അച്ഛനും മുത്തശ്ശിയും ദ്രോഹിച്ചാലുണ്ടല്ലോ, ഈ കേസ് വീണ്ടും അമ്മയെ കൊണ്ട് കൊടുപ്പിക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് മഹി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഞാൻ അവരെ കൊണ്ട് സമ്മതിപ്പിച്ചോളാം എന്നും കരുണ പറയുന്നുണ്ട് കേട്ടോ മഹിയോട്. അങ്ങനെ കരുണ അവിടെ നിന്നും പോകുന്നതിന് മുൻപായിട്ട്, നിൻ്റെ മുൻപിൽ ഞങ്ങൾ അടിയറവ് പറഞ്ഞു എന്ന് കരുതി നീ അധികം സന്തോഷിക്കേണ്ടടി. ഇതിനെല്ലാം ഞങ്ങൾ നിന്നോട് മുതലും പലിശയും ചേർത്ത് ഞങ്ങൾ തിരിച്ചടി തന്നിരിക്കുമെന്ന് മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ടാണ് കേട്ടോ കരുണ അവിടെ നിന്നും പോകുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്